അങ്ങനെ കേരളം കാത്തിരുന്ന പ്രവചനം എത്തി. റിട്ടയർഡ് ഗണിതശാസ്ത്ര അധ്യാപകനും ജ്യോത്സ്യനും ഒക്കെയായ തോട്ടക്കാട് ഗോപാലകൃഷ്ണൻ നായരുടെ പ്രവചനം വന്നു. UDF കേന്ദ്രങ്ങൾ ആ പ്രവചനത്തിൻ്റെ വീഡിയോ സൈബറിടങ്ങളിൽ ആഘോഷിക്കുന്നു. തോട്ടക്കാട് ഗോപാലകൃഷ്ണൻ നായരുടെ പ്രവചനം അനുസരിച്ചാണെങ്കിൽ 2026 UDF തൂക്കും. UDFന് 89 സീറ്റുകൾ ലഭിക്കുമെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നു. കോൺഗ്രസിന് 53 മുതൽ 54 വരെ സീറ്റ് ലഭിക്കും. മുസ്ലിം ലീഗിന് 22 സീറ്റ് ലഭിക്കും. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 6 സീറ്റ് ലഭിക്കും. UDFൽ RSPക്ക് 2 സീറ്റ് ലഭിക്കും. CMPക്ക് 1 സീറ്റ് ലഭിക്കും. RMPക്ക് 1 സീറ്റ് ലഭിക്കും. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന് 1 സീറ്റ് ലഭിക്കും. LDFന് 49 മുതൽ 59 വരെ സീറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. CPMന് 32 മുതൽ 34 വരെ സീറ്റുകൾ ലഭിക്കും. CPIക്ക് 11 സീറ്റുകൾ ലഭിക്കും. മാണിക് ഗ്രൂപ്പിന് 2 സീറ്റുകൾ ലഭിക്കും. ഇതാണ് തോട്ടക്കാട് ഗോപാലകൃഷ്ണൻ നായരുടെ പ്രവചനം. ഈ പ്രവചനം വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. കോൺഗ്രസിലെ സൈബറിടങ്ങൾ ഇത് ആഘോഷിക്കുന്നു. ചില പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ തോട്ടക്കാട് ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രവചനം ഏറെക്കുറെ സത്യമായിട്ടുണ്ട്. യാതൊരു ഔദ്യോഗിക രേഖകളും ഇല്ലാതെ ഗണിതശാസ്ത്രത്തിൻ്റെയും ജ്യോതിഷത്തിൻ്റെയും അകമ്പടിയോടെയാണ് തോട്ടക്കാട് ഗോപാലകൃഷ്ണൻ നായർ പ്രവചനം നടത്തുന്നത്. തിരഞ്ഞെടുപ്പ് സമയത്ത് ചാനലുകൾ റേറ്റിംഗ് കൂട്ടാൻ ഇദ്ദേഹത്തെ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ തോട്ടക്കാട് ഗോപാലകൃഷ്ണൻ്റെ പുതിയ പ്രവചനം അത് പരിശോധിക്കുമ്പോൾ തോട്ടക്കാട് ഗോപാലകൃഷ്ണൻ്റെ മുൻകാല പ്രവചനങ്ങളെല്ലാം ശരിയായിരുന്നോ എന്ന കാര്യം കൂടി നമുക്ക് തിരക്കേണ്ടതുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോട്ടക്കാട് ഗോപാലകൃഷ്ണൻ്റെ പ്രവചനം പൂർണ്ണമായി തെറ്റിയിരുന്നു. UDF അധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. പക്ഷേ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് 99 സീറ്റുകൾ നേടി ഇടതുപക്ഷം അധികാരത്തിൽ വന്നു. അദ്ദേഹത്തിൻ്റെ പുതിയ പ്രവചനത്തിലും പൊരുത്തക്കേടുണ്ട്. പ്രത്യേകിച്ചും RSP 2 സീറ്റുകൾ നേടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ചവറയും കുന്നത്തൂരും. ചവറയിൽ RSP ജയിച്ചേക്കാം, കാരണം ഷിബു ബേബി ജോണിൻ്റെ കരുത്തിൽ. പക്ഷേ കുന്നത്തൂരിൽ RSP ജയിക്കാനുള്ള സാധ്യത കുറവാണ്. അവിടെ കോവൂർ കുഞ്ഞുമോൻ ജയിക്കാനുള്ള RSP ലെനിനിസ്റ്റ് പാർട്ടിയിലെ കോവൂർ കുഞ്ഞുമോൻ ജയിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇനി ജോസഫ് ഗ്രൂപ്പിന് 6 സീറ്റുകൾ ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ജോസഫ് ഗ്രൂപ്പ് ഇപ്പോൾ സംഘടനാപരമായി വളരെ ദുർബലമാണ്. 6 സീറ്റുകൾ അവർക്ക് ലഭിക്കുക എന്നുള്ളത് അസംഭവ്യമാണ്. അത് അല്പം അതിശയോക്തിയാണ്. ജോസഫ് ഗ്രൂപ്പിൻ്റെ സംഘടനാ ദൗർബല്യത്തെപ്പറ്റി തോട്ടക്കാട് ഗോപാലകൃഷ്ണൻ നായർക്ക് ഒരുപക്ഷെ അറിവ് ഉണ്ടാവില്ല. എന്തായാലും ജോസഫ് ഗ്രൂപ്പ് 6 സീറ്റുകൾ ജയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത് വലിയ വിഡ്ഢിത്തമായി മാത്രമേ കണക്കാക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഈ സർവേ കണ്ട് കോൺഗ്രസ്സുകാർ മനക്കോട്ട കെട്ടണ്ട എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത്. CMPയും RMPയും ഓരോ സീറ്റ്, ജേക്കബ് ഗ്രൂപ്പും ഓരോ സീറ്റ് നേടുമെന്ന് ഗോപാലകൃഷ്ണൻ നായർ പറഞ്ഞത് ശരിയാണ്. CMP ഒരു സീറ്റ് നേടുക CP ജോണിലൂടെയാണ്, തിരുവനന്തപുരം സെൻട്രൽ. അത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടതുമുന്നണിക്ക് വലിയ പിഴവ് സംഭവിച്ചതുകൊണ്ടാണ്. RMP ഒരു സീറ്റ് നേടും, വടകര KK രമ. ജേക്കബ് ഗ്രൂപ്പിലെ അനൂപ് ജേക്കബ് പിറവത്ത് നിന്ന് വിജയിച്ചു വരും, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ RSP കുന്നത്തൂരിൽ ജയിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്പം കടന്ന കൈയായിപ്പോയി. ജോസഫ് ഗ്രൂപ്പിന് 6 സീറ്റുകൾ ലഭിക്കുമെന്ന് പറഞ്ഞത് തോട്ടക്കാട് ഗോപാലകൃഷ്ണൻ്റെ പിഴവാണ്. എന്തായാലും
UDFകാർ ഇത് കണ്ട് ആശ്വസിക്കുകയാണ്. മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ഒരു പ്രചോദനം അവർക്ക് ഈ പ്രവചനത്തിലൂടെ ലഭിച്ചിരിക്കുന്നു.